കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present ഒന്നൊന്ന് രുചി, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Payshi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാർ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കടൽ മച്ചാൻ എന്നൊരു ബ്രാൻഡിൽ സോഷ്യൽ മീഡിയയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരമ്മയും മകനും, അവരുടെ വീഡിയോ ഒക്കെ വൈറലാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. വിഷ്ണു, സന്ധ്യാമ്മ, വെൽക്കം. സന്ധ്യമേ, നമസ്കാരം. നമസ്തേ. ഒന്നും പറയണ്ട, ഞാനൊരു 5-6 വർഷം മുമ്പ് നിങ്ങളെ അറിയാവുന്നതാണ്. ഇപ്പം നിങ്ങൾ വൈറലാണ്, എല്ലാവരുടെ അമ്മയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല, നമ്മള് ഒരുപാട് കഷ്ടതകളിൽ നിന്നാണ് മുകളോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. പക്ഷെ നമുക്ക് എവിടെ ചെന്നാലും നമ്മളെ അറിയപ്പെടുന്നു, എല്ലാരും തിരിച്ചറിയുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരും. അപ്പൊ നമുക്ക് ആ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തില് വലിയൊരു സന്തോഷം, മറക്കാൻ പറ്റത്തൊരു അനുഭവമാണ്. ഇപ്പൊ സന്ധ്യാമി അറിയാത്തവർ കേരളത്തിൽ ആരുമില്ല. മലയാളികൾക്കെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ, അത് സോഷ്യൽ മീഡിയയോടെ അല്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്വാഭാവികമായിട്ട് കൊല്ലത്ത് അഴീക്കല് കടപ്പുറത്തിനടുത്തൊരു വീട്ടിൽ വെച്ച്, സാധാരണ കൊല്ലത്തുകാർ വീട്ടിൽ മീൻകറി ഉണ്ടാക്കുന്ന മീൻകറി പോലും എല്ലാവരും കണ്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള, അതെല്ലാം വിഷ്ണുവിനെ കുറിച്ച് പറയേണ്ട ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. കൊല്ലംകാരനായതുകൊണ്ടും ഈ ഫ്ലഡ് ടൈമിലൊക്കെ പുള്ളിക്കാരൻ്റെ കുറേ പ്രവർത്തനങ്ങളെ കണ്ടാണ് പുള്ളി ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അന്നൊന്നും ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊന്നും എത്തിയിട്ടില്ല. പിന്നീടാണ് ഫേസ്ബുക്കിലൂടെ വീഡിയോ ചെയ്തു, യൂട്യൂബിലൂടെ വന്നു, പിന്നെ കടൽ മച്ചാൻ എന്ന പേരായി. ആദ്യം വിഷ്ണു അഴീക്കലെന്നായിരുന്നു, അതുപോലെ ഒരു കടൽ മച്ചാനായി. അപ്പോൾ കടലിൽ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടലിൽ പോകുന്നുണ്ടായിരുന്നു, ബോട്ടിൽ പോകുന്നുണ്ടായിരുന്നു, മീൻ കച്ചവടത്തിന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ഒരു ബ്രാൻഡായിട്ട് മാറി, ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ. അപ്പോൾ ഇവരുടെ പ്രത്യേകിച്ച് ഇവരുടെ സീ ഫുഡ് വിഭവങ്ങളുടെ റെസിപ്പികളൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വൈറലായിട്ടുള്ളത്. അപ്പോൾ അതിലൊരു റെസിപ്പി എനിക്ക് ആവോലി കറിയൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ എപ്പോഴും, കാരണം ഇവരുടെ വീഡിയോയിലൊക്കെ ഫ്രഷ് ജീവനുള്ള ആവോലി നമ്മൾ കാണാറില്ലല്ലോ. നമ്മൾ ആവോലി എന്നൊക്കെ പറഞ്ഞാൽ കടൽ മത്സ്യമാണ്. അവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഫ്രഷ്നെസ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ വീഡിയോയിലൂടെയാണ് കടലിൽ ലൈവായിട്ട് ജീവനുള്ള ആവോലി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരിക്കൽ ആവോലി വെച്ച് തരാം. അങ്ങനെ ആവോലി വെച്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് റെസിപ്പിയെ കൊടുത്തപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചിയിൽ ആവോലി കിട്ടില്ല, കുറച്ച് നെയ്മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്മീൻ കുഞ്ഞുങ്ങളെ വെച്ച് സന്ധ്യാമ്മയുടെ ഒരു സ്പെഷ്യൽ മുളകരച്ച കറി ആ കറിയുടെ റെസിപ്പി കാണാം, കുറേ വിശേഷങ്ങൾ കാണാം. സന്ധ്യാമ്മ അങ്ങനെ ചെറിയ നെയ്മീൻ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയലയാന്ന് പറയും, ഇത് കുഞ്ഞ് നെയ്മീൻ പീസാണ്. നമ്മൾ വടക്കോട്ടൊക്കെ പറയും കേട്ടോ. കടുകിട്ട് പൊട്ടി, കടുക് നല്ലോണം പൊട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചുലുവ ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ. അതെ, പച്ചുലുവ ഉലുവ എന്നാണ് നമ്മൾ പറയുന്നത്. പച്ചുലുവ എന്ന് പറഞ്ഞാൽ പച്ചക്ക്, കാരണം റോസ്റ്റ് ചെയ്ത് വെക്കുന്ന വറുത്ത ഉലുവ വേറെ ഉണ്ട്. ചുമന്നുള്ളി
1 മില്യൺ അന്നത്തെ കാലത്ത് ആദ്യത്തെ വീഡിയോ ഒക്കെ അതൊരു അക്കൗണ്ട് തുടങ്ങി റീച്ചൊന്നും ആവാത്ത ഒരു അക്കൗണ്ടിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു പുതിയൊരു അക്കൗണ്ട് അന്ന് ഫോളോവേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സ്റ്റാർട്ടിങ് ഫോളോവേഴ്സ് ആദ്യത്തെ വീഡിയോ തന്നെ 1 മില്യൺ വീഡിയോ അടിച്ച്. എന്തായി സന്ധ്യാമ, മസാലയുടെ സമയമായോ? ഞങ്ങൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ സന്ധ്യാമ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഇത് ഇടും. സമയം ഇത് വരും, കിട്ടാൻ മതി അവർക്ക് ഇടാൻ. അല്ല, ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോ അടുക്കളയിൽ ഒരു കറി വെക്കുമ്പോ 1/2 മണിക്കൂറല്ലേ ആ മീറ്റ്, ഏത് മീറ്റ് ആണെങ്കിലും അത് വേവാനുള്ള ഒരു സമയമല്ലേ എടുക്കത്തുള്ളൂ. പക്ഷെ ഒരു ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്ക് 2 ദിവസം വരെ പോയ ദിവസം ഇതുണ്ട് ഒരു സാധനത്തിൽ. ആദ്യമൊക്കെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഇവൻ ഈ മൊബൈലും പിടിച്ചോണ്ട് വീട്ടിൽ വരുമ്പോ പോയി പണിയിറക്കടാന്ന് പറഞ്ഞു? ഇല്ല, ഞാൻ എപ്പോഴും ഇവനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊന്നത്തെ തീരദേശത്താണ് താമസിക്കുന്നത്. അപ്പൊ നിനക്ക് സ്വയം വെളുത്തുള്ളിയൊക്കെ വാരി ഇടുന്നു വെറുതെ. നിനക്ക് നല്ലത് അല്ലെ സ്വയം ഇത് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങള് ചെയ്യുക. അത് 2-3 വട്ടം ആലോചിക്കണം. ഞാനിത് ചെയ്യാൻ പോകുന്നു, അപ്പൊ അത് നേരാണോ? അപ്പൊ അവ സ്വയമായിട്ട് തന്നെ വിലയിരുത്തണം, ഞാൻ ചെയ്യുന്നത് ശരി എന്ന്. എന്നാൽ മാത്രമേ ഇന്നത്തെ തലമുറയിൽ മുന്നോട്ട് പോവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കൂട്ടുകെട്ടിന്റെ പുറത്ത് ഒരാൾ പറയുന്നത് കേൾക്കുവോ അങ്ങനൊന്നും ചെയ്യരുത്. അവരവര് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കുക. അത് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഉറച്ച മനസ്സോടെ തീരുമാനിക്കും. ഹലോ, തീരുമാനങ്ങളൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും, ശരിയാണോ? സത്യമല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ചോദ്യം പറ. ഈ ആദ്യം ഇവനൊരു സാധാരണ ഇവര് കടൽ മച്ചാനാവുമെന്നോ ഇതേപോലെ ഇൻഫ്ലുവൻസർ ആവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഒന്നും അന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അല്ല വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇവ ഫോണും പിടിച്ചോണ്ട് ഇത് എടുക്കാൻ വരുമ്പോ ഇതേപോലെ ഒത്തിരി സമയമൊക്കെ എടുത്ത് അന്ന് ദേഷ്യം വന്നോന്നില്ല? അന്ന് ഫുള്ള് സപ്പോർട്ട് കൊടുത്തു. നമ്മൾ പറയും, അമ്മയെ നിക്കേ, നമുക്കിത് ചെയ്യാം, അല്ലെ ഇങ്ങനെ ചെയ്യാന്ന് പറയാം. എനിക്ക് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ആദ്യത്തെ വീഡിയോയിൽ അമ്മ വന്നിട്ടില്ല, പിന്നെ വന്നു തുടങ്ങി. അപ്പൊ ആ ക്യാമറ വരുന്നത് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇവൻ വന്നിട്ട് പറയാം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി ഇവൻ ഇങ്ങനെ പിടിച്ച് ബോട്ടിൽ പോകുന്ന ഫീൽഡില്, മത്സ്യ ഫീൽഡായിട്ടുള്ള ആ കാലത്താണ് ഇവൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞ, അമ്മേ എനിക്ക് ഡോളർ വന്ന്. അപ്പൊ ഈ സംഭവം എന്തുവാന്ന് നമുക്ക് അറിയത്തില്ല. ഡോളർ എന്തോന്ന് അറിയത്തില്ലല്ലോ, രൂപയെന്ന് പറഞ്ഞാൽ പിന്നെ അറിയായിരുന്നു. അപ്പൊ അമ്മ എനിക്ക് ഡോളർ കയറി, അമ്മ എനിക്ക് കാശ് വന്നു. അപ്പൊ ഞാനുണ്ട്, എൻ്റെ ഒരു ചേച്ചി ഉണ്ട്. അന്നേരം പറഞ്ഞു, അയ്യോ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, എന്തുവാ സംഭവം നടത്തും. അന്നേരം ഞാൻ ചെന്നിട്ട് ചേച്ചി എടുത്ത് പറഞ്ഞു, ഇതുപോലെ തമ്പുരാൻ പറയുന്നു ഡോളർ വന്നക്ക എന്ന് പറഞ്ഞു. അക്ക അമ്മേന്ന്. അപ്പൊ ചേച്ചി അങ്ങനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ആണോ? അപ്പൊ ഞാൻ എന്നിട്ട് ചോദിച്ചു, അത് പിന്നെ എന്തെടുക്കണം അമ്മ? നമുക്ക് ബാങ്കിൽ പോയിട്ട് നമുക്ക് ഇത് നോക്കണം. ആദ്യം എത്ര? $100. ഈ കൊല്ലത്ത് കോളേജിൽ പഠിക്കുമ്പോ അതിന്റെ ഇടയിലാണ് രാത്രി പോയി ഈ കോളേജിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മീൻപിടുത്തം, ഒരു മത്സ്യത്തൊഴിലാളിയാണ്, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഇതൊന്നും ഇല്ലാത്ത എനിക്കറിയാം. അപ്പൊ അന്ന് കോളേജിലൊക്കെ പോകുമ്പോൾ നിനക്ക് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചെറിയ രീതിയിലൊക്കെ. എങ്ങനെയുള്ള വിഷമം? പ്രേക്ഷകരോട് പറയാം, എങ്ങനെയാണ്? നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ള വിഷമങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ടേ ഞാൻ ഈ അമ്മച്ചിയോട് എപ്പോഴും പറയും. ചേട്ടനറിയാം, അപ്പോൾ നമ്മള് പണ്ട് കാലത്ത് ഈ കടൽ മച്ചാനൊക്കെ ആവുന്നതിന് മുമ്പേ ഉള്ളൊരു പരിചയമാണ് ചേട്ടനുമായിട്ട്. അപ്പം ഞാൻ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലിക്കൊന്നും പോകാതെ നല്ല ഹാപ്പിയിൽ ആവശ്യമായിട്ടൊക്കെ വന്നിരുന്ന് പഠിക്കുന്നു. ഞാൻ രാത്രി 2 മണിക്ക് എണീറ്റ് പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഡെയിലി 200 രൂപ എണ്ണടിച്ചിട്ട് വേണം ഡിസ്കവർ ബൈക്കിനകത്ത് അഴീക്കുന്ന കൊല്ലത്ത് നമ്മുടെ കോളേജ് വരെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ പോയിട്ടാകുമ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിയുമ്പോൾ നല്ല ദേഹമേനായിരിക്കും. അറിയാം, ഏറ്റവും കൂടുതൽ ശരീര അധ്വാനമുള്ള പണിയാണ്. പിന്നെ എനിക്ക് ഉറക്കം വരും ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന്. അപ്പോൾ ടീച്ചർമാരൊക്കെ എന്തിനായിരുന്നു ഉറങ്ങുന്നല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ രാത്രി മൊത്തം പണിയെടുത്തിട്ടാണ് പഠിക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ 2 സാറന്മാർക്ക് അറിയാമായിരുന്നു, ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലിനും മേഡത്തിനും അറിയാമായിരുന്നു. അവർ വീട്ടിൽ വരികയും ഇതൊക്കെ നേരിട്ട് കണ്ടു. ഞാൻ എൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ്, രാത്രി പോയിട്ട് ഈ ഫിഷിങ് എന്തൊക്കെയാണെന്നുള്ളത് ഭയങ്കര അപ്രിസിയേഷൻ തരികയും കുട്ടികളുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് എനിക്കൊരു നല്ലപോലെ അധ്വാനിച്ചിട്ട് പഠിക്കാൻ വരുന്നതുകൊണ്ട് എനിക്കൊരു കുഞ്ഞു ട്രോഫിയൊക്കെ തരികയൊക്കെ ഉണ്ടായി. ഇതാണ് വീട്ടിലെ പ്രശ്നം. ഇതാ മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിലെ പ്രശ്നം. ഞങ്ങളെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ ഇതേ ഈ മീൻകറി നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷൂട്ട് ചെയ്യുമ്പോഴേക്കിനാ അല്ലെ? സത്യല്ലേ? ഷൂട്ട് ചെയ്യുമ്പോഴേ ഒന്ന് മാറിക്കഴിഞ്ഞ ഇവിടെ കറി റെഡിയാ, ഉള്ളി ഇട്ടിട്ട്. അതാണ് തക്കാളി അരിഞ്ഞിട്ട് അപ്പൊ ഉള്ളി ഇതായി നല്ലതുപോലെ വഴറ്റി ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് വാടിയതിനു ശേഷം അപ്പൊ തക്കാളി അരിഞ്ഞിട്ടു. ഇനി മസാല ഇടും അല്ലേ? തക്കാളി നല്ല റെഡി ആയിട്ട് മസാല ഇടും അല്ലേ? സന്ധ്യാമേ, എന്തോ
ഏറ്റവും വലിയ രസമുണ്ടല്ലോ നിങ്ങളുടെ വീഡിയോയുടെ രസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മൊത്തം അതിനകത്തുണ്ട്. സാധാരണയൊക്കെ ആളുകൾ അവരുടെ ചിലർക്കൊക്കെ ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ട്, അച്ഛനെ അമ്മയൊക്കെ കാണിക്കണം, അല്ലെ വീടിൻ്റെ പരിസരങ്ങൾ. അപ്പോൾ അതൊക്കെ ഇവരുടെ വീഡിയോ കൂടെ ഇവരുടെ ലൈഫ് മൊത്തം ഈ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കൂടാണ്ട് ഇവർ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് പോകാറുണ്ട്. കേരളത്തിലൊക്കെ ഒത്തിരി റിസോർട്ടുകളിലും ഹോട്ടലിലൊക്കെ പോയി സ്റ്റേ ചെയ്തു. ഈ അടുത്ത് കുളുവും മണാലിയിൽ വരെ പോയി. 17,500 അടി ഉയരം അവിടെയും പോയോ? പോയി. ഇതൊക്കെ സ്വപ്നം കണ്ടാണ്? അല്ല എന്റെ മോൻ ഇങ്ങനെ ഇതിലോട്ട് വന്നതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓക്കെ, മസാല ഇടാൻ സമയം. ഇനി മസാല ഇട്ടിട്ട് ബാക്കി കാര്യം. അടുത്ത എന്ത് മസാല? മുളക് പൊടി ഒരു 3 സ്പൂൺ ഇട്. ഇട്ടോ പയ്യനെ കണ്ണി പറക്കണ്ട. ഈ ഞങ്ങളുടെ കൊല്ലത്ത് നടന്ന പയ്യനെ ഇതൊക്കെ കേൾക്കണ്ട. അല്ല, നമ്മൾ എത്ര വളർന്നാലും ചിലത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഒരിക്കലും മാറരുത്. എന്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞാനല്ല ഉണ്ടാക്കുന്നത്. ഇച്ചിരി മതി. യെസ്, മതി. അടുത്തെന്താ? ഒരു 1 സ്പൂൺ കുരുമുളകിന്റെ പൊടി. മതി. എന്നിട്ട് മല്ലിപ്പൊടി മുളക് പൊടി 3 സ്പൂൺ ഇട്ട്, ലേശം മഞ്ഞപ്പൊടി ഇട്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടു. എപ്പോഴും നമ്മൾ മുളക് കറി വെക്കുമ്പോൾ മുളക് കൂടുതലും മല്ലി ലേശമേ ചേർക്കാവുള്ളൂ. എത്ര മുളക് ചേർക്കുന്നോ അതിന്റെ നേര് പകുതി മാത്രമേ മല്ലിപ്പൊടി ചേർക്കാവൂ. സന്ധ്യാമ്മ, എനിക്കൊരു കാര്യം, നിങ്ങൾ ഈ കടപ്പുറത്ത് നിന്നിട്ടുണ്ട്, ചെറുപ്പം മുതൽ മീൻ കണ്ടു വളർന്ന ഒരാളാണ്. ഈ നല്ല പച്ച മീൻ കണ്ട എങ്ങനെ തിരിച്ചറിയും? പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ചത്തതാണോ, അല്ലെ പഴകിയതാണോ, അല്ലെ കേടുകൂടാണോ? അപ്പോൾ ഈ ഫ്രഷ് നിങ്ങൾക്കൊക്കെ കണ്ടാൽ ഞെങ്ങും ഉണ്ടാ അറിയാം അല്ലേ? മീൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം. എന്നെക്കാളും കൂടുതൽ ഇവനായിരിക്കും അറിയാം. അത് പോട്ടല്ല, ഞാൻ വീട്ടമ്മ എന്ന നിലയിൽ അല്ല, കണ്ണ് നല്ലതുപോലെ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഒരു ചുമപ്പ് കളറോ ഒന്നും വരുത്തില്ല. ഫ്രഷ് ആണെങ്കിൽ ആ വെള്ള കളർ എന്ന് വെച്ചാൽ ആ വെള്ള നല്ല കളറിൽ തന്നെ ഇരിക്കും. ഇങ്ങനെയുള്ള വീട്ടമ്മമാരുള്ളതുകൊണ്ടാണ് ഫോർമൽ എന്ന് പറഞ്ഞ സാധനം മെയിനകത്ത് ചില ആളുകൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. കണ്ണു വെളുത്തിരിക്കും. പിന്നെ അല്ല എന്തിനാ? അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഈ മസാലക്കൂട്ടിനകത്തോട്ട് നമുക്ക് പുളിവെള്ളം കൊടുക്കാം. ഓക്കെ, നല്ല അടിപൊളി പുളി അങ്ങോട്ട് പിഴി അങ്ങോട്ട് കൊടുക്കാം. സെറ്റ്. ഇനി മീൻ ഇടുന്നു. അല്ല, ഇനി ഇത് നല്ലതുപോലെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളയ്ക്കണം. അടച്ചു വെച്ച് തിളപ്പിക്കണം. എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ചാണെങ്കിലും മുളക് അരച്ചതാണെങ്കിലും മസാല തിളച്ചിട്ട് മാത്രമേ നമ്മൾ അതിനകത്ത് മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. മീനിടാനായോ? അപ്പൊ ഞാൻ ഇട്ടിറങ്ങി. നിങ്ങൾ എത്രയും ചെയ്ത സ്ഥിതിക്ക് ഇത് ആദ്യം തലഭാഗം. അതെ, കുട്ടി നെയ്മയുടെ തല അമ്മട്ടുണ്ട് അല്ലേ? വീട് പണിയൊക്കെ ഉടമ്പരായി, വീട് പണി തീരാറായി, തേപ്പായി. കണ്ട, ഇവരുടെ വീടൊക്കെ ആദ്യകാല വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ചെറിയൊരു വീടാണ്. നമുക്കറിയാലോ ആ ഒരു സമയത്ത് അവിടുന്ന് അവരുടെ ഡ്രീമായിട്ട് സ്ഥലം വാങ്ങിച്ചു. പുള്ളിയുടെ ഇൻകം വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ നിന്നും നല്ല യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അത്യാവശ്യം അവർക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം വരുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഇത് വെറുതെ കിട്ടിയതല്ല, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ 1 മിനിറ്റ് നമ്മളൊക്കെ വിചാരിക്കും 1 മിനിറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എഫർട്ട് ചെയ്യുന്നവർക്കറിയാം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് മാറുക, ആ ഒരു ബ്രാൻഡായിട്ട് മാറി. ഫേസ്ബുക്കിൽ 9 ലക്ഷം, 1 മില്യൺ ആവാൻ പോകുന്നു. യൂട്യൂബിൽ 9 ലക്ഷം, ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഫോളോവേഴ്സ് ഒരു 2 വർഷം കൊണ്ട് നല്ല കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ മലയാളികൾ അംഗീകരിക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു വിഷണറിയിൽ ചെയ്തു. അതിൻ്റെ ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതാണ് അത് ചെയ്തത്. കാരണം ആ ഒരു സമയത്ത് ഫ്ലഡ് സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ ഫ്ലഡ് സമയത്ത് അഴീക്കിൽ നിന്ന് കുറേ ആൾക്കാർ, നമുക്കറിയാം കൊല്ലം ജില്ലയിൽ നിന്നൊക്കെയുള്ള ഒത്തിരി പേര് പല ജില്ലകളിൽ പോയി സഹായിക്കാനൊക്കെ പോയി. അതിനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടായിരുന്ന ആളാണ് വിഷ്ണു. അന്ന് തൊട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയപ്പെട്ടത്. അന്നത്തെ അന്ന് 19 വയസ്സ് കണ്ടിട്ട് 18 വയസ്സല്ലേ? 18 വയസ്സുള്ളപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും ഒരു ടീമായിട്ട് പോയി ഇറങ്ങി പ്രളയത്തിന് ഭയങ്കര സപ്പോർട്ട് കൊടുത്തൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിജയമാണിത്. അപ്പോൾ ഇത് തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ നമുക്ക് പല സൗഭാഗ്യങ്ങളും വരും. അപ്പോൾ അതിനകത്തൊന്നും മതിമറക്കാതെ ഇതിനെ നമ്മുടെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കൂട്ടി
happy മുന്നോട്ട് പോകും. മീൻകറിയുടെ ചാറ് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം കറിവേപ്പില ആ കറക്റ്റ് ഇത് കണ്ടോ, ഒന്നും കാണിച്ചു തരാൻ. ചാറ് ഇങ്ങനെ മെല്ലെ വറ്റി. ഇത് കണ്ടു കഴിഞ്ഞാൽ അയലക്കൂട്ടാനാന്നേ തോന്നുന്നു, പക്ഷെ നെയ്മീൻ കറിയാണ് കേട്ടോ. സെറ്റ്. കറിവേപ്പില ഇട്ടു. കറിവേപ്പില വാരി വെതറും. വെളിയിലല്ല കളയാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെ, നല്ല നല്ല ചോറിനകത്തോട്ട് അല്ലെങ്കിൽ ഈവൻ കപ്പയായാലും അടിപൊളിയാണ്. ദേ ഫിഷൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നെയ്മീൻ ഒന്നാന്തരം മീൻകറി അടിപൊളിയായിട്ടുണ്ട്. സന്ധ്യാമ്മേ സൂപ്പർ. ഒരു കൈ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, ദേ നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. അമ്മയ്ക്ക് ഇനി മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സമ്മാനമാണ്. കൊണ്ടുപോയിക്കോ. ഇനി ഇത് കൂടെ ഇത് 2 സാധനം ഉണ്ട്. അമിയോൻ്റെ ഒരു സമ്മാനം, അതുകൂടാണ്ട് ഡെവോൻ്റെ സ്പൈസ് മസാല. താങ്ക് യു. അപ്പം എല്ലാവിധ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഗംഭീരമായിട്ട് ഈ വർഷം മുഴുവൻ അടിച്ചു പൊളിക്കുക. നമുക്കിന്നൊരു സ്പെഷ്യൽ വെജിറ്റബിൾ കറിയാണ്. നമ്മുടെയൊക്കെ സീസൺ സമയത്ത് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ അധികം ആരും ഉപയോഗിക്കാത്ത, ഓണത്തിന് വിഷുവിനൊക്കെ മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ മത്തങ്ങ എന്ന് പറയുന്നത്. മത്തങ്ങയും മുരിങ്ങയ്ക്കയും വെച്ച് ഒരു സിമ്പിൾ ഒരു കറിയുണ്ട്. ചോറുമായിട്ട് കഴിക്കാൻ അത്യുത്തമമാണ്. മത്തങ്ങ അത് സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം. അത് വേവിച്ച് മത്തങ്ങയും മുരിങ്ങയും കൂടെ വേവിച്ചിട്ട് തേങ്ങയും ജീരകവും കൊണ്ടുള്ള ഒരു അരപ്പാണ്. പിന്നെ അതിനകത്തൊരു കടുക് വറുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പിനോട്ട് പോകാം. ആദ്യം തന്നെ മത്തങ്ങ നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മത്തങ്ങ വേവട്ടെ. അപ്പോൾ അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, ലേശം ജീരകം. അപ്പോൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ വെള്ളം ഒഴിച്ച് നല്ല മഷി പരുവത്തിൽ, മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന പരുവത്തിൽ അത് അരച്ചെടുക്കണം. ഈ അരച്ചതിന് ശേഷം മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞ് നമ്മൾ കറി ഉണ്ടാക്കും. ആ കറി ഉണ്ടാക്കിയിട്ട് നല്ലൊരു കടുക് വറുപ്പ്, താളിപ്പാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരച്ചിട്ട് നമുക്ക് വരാം. മുരിങ്ങയ്ക്കൊക്കെ വീടുകളിൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ അരിഞ്ഞ് എൻ്റെ ഈ ഒരു സൈഡിലെ ഒരു ഇത് ക്ലീൻ ചെയ്യുന്നു. പിന്നെ വീണ്ടും ഒരു കട്ട് ചെയ്യുന്നു. എൻ്റെ തിരിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു ഭാഗം പീലായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാം. 4 വശത്ത് നിന്ന് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പീൽ ചെയ്ത് ഇങ്ങനെ മാറ്റുന്നു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെയാണ് മുരിങ്ങയ്ക്ക വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. മുരിങ്ങയ്ക്ക അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മത്തങ്ങയോടൊപ്പം ഇടുകയാണ്. കുറച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് നിന്ന് വേവിച്ചെടുക്കുക. മുരിങ്ങയ്ക്കയും മത്തങ്ങ ഒന്ന് വെന്ത് വരുന്ന പരുവത്തിലാണ് നമ്മൾ തേങ്ങ മഷി പരുവത്തിൽ അരച്ചെടുക്കേണ്ടത്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മത്തങ്ങയും മുരിങ്ങയ്ക്കയും ഏകദേശം ചെറിയ രീതിയിൽ തിളച്ച് ഇങ്ങനെ വരികയാണ്. കഷ്ണങ്ങൾ വെന്ത പരുവത്തിൽ നല്ല ആ ഒരു വാസന നമുക്കറിയാം. മുരിങ്ങയ്ക്കയും മത്തങ്ങയും കൂടെ വേവുമ്പോൾ, വെള്ളത്തിലിങ്ങനെ വേവുമ്പോഴുള്ള ഒരു സുഗന്ധം. അപ്പോൾ നമ്മുടെ തേങ്ങ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി അത് വെച്ച് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണമുള്ള വെള്ളം കൂടെ, ആ കറിയുടെ പരുവത്തിനുള്ള വെള്ളം ഈ അരപ്പുമായിട്ട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനോടൊപ്പം നല്ല എരിവ് കിട്ടാനായിട്ട് നമ്മൾ ഇതിനകത്ത് മുളക് പൊടി അധികം ചേർക്കുന്നില്ല. കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടി ഇട്ട് വെള്ളം, കറിയുടെ നമ്മൾ ആദ്യം കുറച്ച് ഇത് വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കി ആവശ്യാനുസരണം ഉപ്പൂടെ ഇടണം. അപ്പോൾ ഈ കഷ്ണങ്ങളും അരപ്പൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ കടുക് വറുത്തിടേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും കൂടി ഇട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് വത്തൽമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയും. അപ്പം എണ്ണ ചൂടായുണ്ടാവും. ലേശം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 നുള്ള് ഉലുവയാണ് ഇട്ടത്. അതിലേക്ക് ചെറിയ ഉള്ളി, വത്തൽമുളക്, കുറച്ച്
മത്തങ്ങ മുരിങ്ങയ്ക്ക തേങ്ങ അരച്ച കറി. താങ്ക് യു സോ മച്ച്.